ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ദുബൈയിലും മറ്റുള്ള രാജ്യങ്ങളിലെല്ലാം നോമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് കണക്ക് തന്നെ നമ്മുടെ ദുബൈയിലുള്ള ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സുകളിലും ഇഫ്താർ കോമ്പോസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മുടെ കിസൈസിൽ മൊഹൈസിന ഏരിയയിൽ വരുന്ന 4 ടോപ്പ് 4 റെസ്റ്റോറൻറ്റ്സുകളെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഇഫ്താർ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതിൽ ഒന്നാമത് വരുന്നത് നമ്മുടെ മദീന മാളിലുള്ള കോഴിക്കോട് സ്റ്റാർ റെസ്റ്റോറൻറ്റ്. അവർക്ക് വരുന്നത് 18 ദിറംസാണ് വരുന്നത്. അതിനകത്ത് ജ്യൂസ് വരുന്നുണ്ട്, കണക്ക് സ്നാക്സ്, ഫ്രൂട്ട് സലാഡ്, ബിരിയാണി എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ബോക്സാണ് വരുന്നത്. പിന്നെ അതല്ലാതെ അവരുടെ വേറെ കോംബോകളും ഉണ്ട് ഇതിനകത്ത് തന്നെ. 35 വരുന്നുണ്ട്. നമ്മൾ 30 നോക്കുന്നത്, ഞാൻ 30 പറഞ്ഞത്. അപ്പം ബിരിയാണീസ് എല്ലാം 20 ദിറംസിനൊക്കെ വരുന്നുണ്ട്, ചോറ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാർ തട്ടുകടയാണ്. അതും മദീന മാളിലാണ് ഉള്ളത്. മലബാർ തട്ടുകട അവർക്ക് ജസ്റ്റ് ഇഫ്താർ നോമ്പ് തുറക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം 10 ദിറംസും, അല്ലാതെ മറ്റേ ബിരിയാണി എല്ലാം കൂടെ ചേർന്ന് വരുന്നതിന് 22 ദിറംസും, അതൊരു ഇഫ്താർ കിറ്റിന് 15 ദിറംസുമാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ നെച്ചോറ് കട, മൊഹിസിനെ തന്നെയുള്ള നെച്ചോറ് കടയുടെ ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ദിറംസാണ് അവരുടെ നോർമലി ഇഫ്താർ സ്പെഷ്യൽ വരുന്നത്. പിന്നെ അവരുടെ രാത്രിയിലത്തേക്ക് പുയ്യാപ്പിള തക്കാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളതുണ്ട്. അറിയായിരിക്കും, നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും കഴിഞ്ഞ കൊല്ലമൊക്കെ. ഇത്തവണ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടത്. അപ്പം അത് കഴിഞ്ഞ് വരുന്നത് 4മത്തേതാണ് നമ്മുടെ മൊഹിസിനെ തന്നെയുള്ള പാസൻസിൻ്റെ കിങ് ഷെഫ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവരുടെ കോംബോ 2 കോംബോ ഉണ്ട്. ഒന്ന് 15 ദിറംസിന്, അത് ഈ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമായിട്ടുള്ളത്. ഡേറ്റ്സും ഫ്രഷ് കട്ട്സും ഫ്രഷ് ജ്യൂസും തരിക്കഞ്ഞിയും വാട്ടർ എല്ലാം കൂടെ, സ്നാക്സും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത് 15 ദിറംസും. അത് ബിരിയാണിയും കൂടെ ആഡായി വരുമ്പോഴത്തേക്ക് 22 ദിറംസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ട, ഇനി മൊഹൈസിന ഏരിയയിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പോകാം, കഴിക്കാം. ഓക്കെ, അടുത്ത മറ്റൊരു ഏരിയയിൽ കുറച്ച് റെസ്റ്റോറൻറ്റ്സുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.